ഹലോ, എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വൈജയന്തി ബാലചന്ദ്രനെ കാണാതെ വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ്. പലരെയും ഫോണിൽ വിളിച്ച് നോക്കുകയാണ്. ബാലചന്ദ്രൻ്റെ ഒരു അറിവുമില്ല. ബാലചന്ദ്രനെ തന്നെ പലതവണ ഫോണിൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ എല്ലാം ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വൈജയന്തി വളരെയധികം വിഷമത്തിൽ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ സുഹൃത്തുക്കളെയും മാനേജറിനെയും കടയിലുള്ള മറ്റ് സ്റ്റാഫിനെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു, ആർക്കും ഒരു വിവരവുമില്ല. അങ്ങനെ വൈജയന്തി വളരെയധികം ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് മനുവിൻ്റെ കോൾ വരുന്നത്. ആൻറ്റി, ഞാൻ 2 നമ്പറിലും വിളിച്ചു നോക്കി, പക്ഷേ രണ്ടിലും കിട്ടുന്നില്ലല്ലോ. അങ്കിളിന് എന്താണ് പറ്റിയെന്ന് ഒരു അറിവുമില്ല എന്നൊക്കെ മനു പറയുകയാണ്. മറ്റേ ക്ലബിലും മറ്റും അന്വേഷിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം വിളിച്ച് ചോദിച്ചു മനു, അവിടെയൊന്നും പോയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ 22 വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കലും ബാലചന്ദ്രൻ എന്നോട് ഇങ്ങനെ പറയാതെ പോയിട്ടില്ല. ഇങ്ങനൊരു ദുരനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ വൈജയന്തി പറയുകയാണ്. അപ്പോൾ ആൻറ്റി, ഞാൻ മറ്റൊരു രീതിയിലൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ആൻറ്റി അങ്ങോട്ട് വിളിക്കാമെന്ന് പറയുകയാണ്. ഞാൻ കോൾ കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മനു ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ വൈജയന്തി വളരെയധികം ടെൻഷനിൽ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോയതാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയായി. അപ്പോൾ രാത്രിയിൽ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് രാത്രി ഉറക്കം വന്നിട്ട് ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ബാലചന്ദ്രൻ ഞെട്ടി എണീക്കുകയാണ്. എണീറ്റിട്ട് മുഖമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ എത്തിയിരിക്കുന്നത് 400 കിലോമീറ്റർ താണ്ടി, അതായത് പാലയിൽ നിന്ന് 400 കിലോമീറ്റർ താണ്ടി ഊട്ടിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഊട്ടിയിൽ വൈജയന്തിയുടെ സഹോദരൻ ഗംഗാധരനും ഭാര്യ മാലതിയും ഫാമിലിയായിട്ടൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരോട് ഈ വൈജയന്തിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ഗംഗാധരൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് നേരെ വീട്ടിനുള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നത് മറ്റാരുമല്ല, ഗംഗാധരൻ തന്നെയാണ്. അയ്യോ, വളരെ സർപ്രൈസ് ആയിപ്പോയല്ലോ ബാലചന്ദ്രൻ എന്നൊക്കെ പറയുകയാണ്. അയാൾക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ബാലചന്ദ്രനെ കണ്ടിട്ട്. അപ്പോൾ വൈജി മക്കളൊന്നും വന്നില്ലേയും ചോദിക്കുകയാണ്. അപ്പോൾ ആരും വന്നിട്ടില്ല, ഒറ്റയ്ക്കുള്ള യാത്രയാണെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. ബാലചന്ദ്രൻ വളരെയധികം ഇമോഷണൽ ഇരിക്കുകയാണ്. താൻ ചതിക്കപ്പെട്ടു എന്നുള്ളൊരു വിഷമമൊക്കെ അദ്ദേഹത്തെ വളരെയധികം അദ്ദേഹത്തെ മനസ്സിനെ വ്യാകുലപ്പെടുത്തിയിരിക്കുകയാണ്. വേറെ എന്തൊക്കെയുണ്ട് ബാലചന്ദ്ര വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിന്ന് ഒരു അത്യാവശ്യമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ബാലചന്ദ്രൻ ഞാൻ പെട്ടെന്ന് തന്നെ വരാം, അവിടെ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കില്ല, പെട്ടെന്ന് തല കാണിച്ചിട്ട് വരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗംഗേട്ട ഒരിടത്തും പോകണ്ട, എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒരിടത്തും പോകേണ്ട, അത്യാവശ്യമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ്റെ ഭാര്യ അവിടേക്ക് വരികയാണ്, മാലതി. അയ്യോ, ഇതാരാണ്? ബാലചന്ദ്രൻ, എന്തൊക്കെയുണ്ട് വിശേഷം? വൈജി ഒന്നും വന്നില്ലേന്ന് ചോദിക്കുകയാണ്. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, ആരെങ്കിലും ഒരാളെ കൊണ്ടുവരാത്ത എന്തെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, മാലതി നീ കുറച്ച് ചായ എടുക്കുക, ബാലചന്ദ്രൻ വളരെ ടയേർഡായിട്ട് വന്നിരിക്കുകയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത്. അപ്പോൾ ഒരു ചായയൊക്കെ എടുക്കുക, എന്നിട്ട് ആ ഗസ്റ്റ് റൂം ഒന്ന് റെഡിയാക്കി ഇടുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് മാലതി ചായ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ, ഞാൻ എൻഗേജ്മെൻറ്റ് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വേണ്ടാന്ന് വളരെയധികം ശൗര്യത്തിൽ പറയുകയാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അതിനേക്കാൾ വലുതല്ലല്ലോ ഈ എൻഗേജ്മെൻ്റ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരനൊന്നും മനസ്സിലാകുന്നില്ല, എന്തോ വലിയ പ്രശ്നമാണെന്ന് ഗംഗാധരന് മനസ്സിലായിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മാലതി ചായ എല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചായ എല്ലാം വാങ്ങി കുടിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ്. ബാലേന്ദ്രൻ ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ, എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്നുള്ള രീതി തന്നെയാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. എങ്കിൽ പോയി ഫ്രഷായിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് ഗംഗാധരൻ പറയുകയാണ്. എന്നിട്ട് മാലതിയുടെ കൂടെ ബാലചന്ദ്രൻ ഗസ്റ്റ് റൂമിലോട്ട് പോവുകയാണ്. എന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ മാലതി ചോദിക്കുകയാണ്. മക്കളൊക്കെ എങ്ങനെയാണ്, പഠിത്തമൊക്കെ ഏതുവരെ? ബബിതയും കൃഷ്ണജയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. രോഹിത് ഇപ്പോൾ എൻജിനീയറിങ്ങിനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ പലതും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒഴുക്കമട്ടിൽ പറയുകയാണ്. അപ്പോൾ മാലതിക്ക് എന്തോ പന്തികേട് തോന്നി, എന്തോ പ്രശ്നം ഉണ്ടായെന്ന് അവർക്ക് മനസ്സിലായി. ഇനി വൈജയായിട്ട് എന്തെങ്കിലും പിണക്കമായിരിക്കുമോ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഫ്രഷ് ആവുകയാണ്. ഈ സമയം ഗംഗാധരനും മാലതിയും കൂടി സംസാരിക്കുകയാണ്. ബാലചന്ദ്രൻ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും വൈജയ് ഇത് അറിഞ്ഞിട്ടില്ല ബാലചന്ദ്രൻ വന്നത്. ഇപ്പോൾ വൈജയ് വിളിക്കണ്ട,
അപ്പോൾ ബാലചന്ദ്രൻ വൈജ അറിയാതെയാണ് വന്നിരിക്കുക, എന്താണ് കാര്യം തിരക്കട്ടെ എന്ന് ശേഷം നമുക്ക് വൈജയെ വിളിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് പോകണില്ലേ എന്ന് ചോദിക്കുകയാണ്. മലതില്ല, അതിനെക്കാട്ടും എന്തോ വലിയ പ്രശ്നമുണ്ട്, അതെന്താണെന്നൊന്ന് പരിഹരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ കുളിച്ച് ഫ്രഷായി അവരുടെ മുന്നിലോട്ട് വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഫ്രഷായപ്പോൾ ഒത്തിരി മാറ്റമൊക്കെ വന്നല്ലോ എന്ന് ഗംഗാധരൻ പറയുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് ഗംഗാധരൻ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വളരെയധികം ദേഷ്യപ്പെടുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ല 400 കിലോമീറ്റർ താണ്ടി ഇങ്ങറ്റം വരെ വന്നത്. എനിക്ക് ഗംഗേട്ടനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നെ തീരെ ധർമ്മസങ്കടത്തിലാക്കരുത്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടെ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നമുക്കൊരു ഹോട്ടലിൽ റൂം എടുത്ത് അങ്ങോട്ട് പോകാം, അവിടെ വെച്ച് സംസാരിക്കാമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. അപ്പോൾ കാറിൽ വെച്ച് ബാലചന്ദ്രനോട് പല കാര്യങ്ങളും ഗംഗാധരൻ ചോദിക്കുകയാണ്. അവിടെ നാട്ടിൽ എന്തൊക്കെയാണ് വിശേഷം, അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. ബാലചന്ദ്രൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുകയാണ്, എന്നെ ഒരുപാടിട്ട് ഇറിറ്റേറ്റ് ചെയ്യരുത് പ്ലീസ്, എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് അവർ നേരെ ഹോട്ടലിൽ എത്തുകയും റൂമിൽ എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ റൂം പോയി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാനായിട്ട് ഗംഗാധരൻ റൂം ബോയോട് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് റൂം ബോയ് പുറത്തോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാമെന്ന് ഗംഗാധരൻ പറയുകയാണ്. എനിക്കൊരു സമാധാനവും ഇല്ല, എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എനിക്ക് 2 കാര്യങ്ങളാണ് അറിയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, 22 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്നാണ് ബാലചന്ദ്രൻ്റെ ആദ്യത്തെ ചോദ്യം. ഇത് കേൾക്കുന്നു ഗംഗാധരൻ ഞെട്ടുകയാണ്. ഇവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞോ എന്നുള്ളൊരു ഭാവത്തിലാണ്. അപ്പോൾ ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്